വെയിൽ നാളമേറ്റ് ആടിയുലയുന്ന കുഞ്ഞു പൂക്കളും പ്രകൃതിയുടെ മനോഹാരിതയും ചെടികളും കോഴികളും പൂച്ചകളും ഒക്കെ ആയിട്ട് സെയിൻ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് വിറക് കത്തിച്ച് പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് അങ്ങനെയും ഒരു കൊതി വരാറുണ്ട്. ആ കൊതി വരുന്ന സമയത്ത് വിറകൊക്കെ കത്തിച്ച് ഇതുപോലെ അടുപ്പിലാണ് കുക്ക് ചെയ്യുക. മഴക്കാലം മാറി നിന്നിട്ടുണ്ട്, നല്ല വെയിലാണല്ലോ. മുരിങ്ങയിലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. ഇന്ന് മുരിങ്ങയില വെച്ചിട്ട് തേങ്ങ അരച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങയോടൊപ്പം തന്നെ അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഞാൻ പയർ നട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പയറൊക്കെ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് ലീഫുകൾ എടുത്ത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ആയി തുടങ്ങി. പിന്നെ ഈ ഭാഗത്ത് ചേമ്പ്, നമ്മുടെ വലിയ ചേമ്പിൻ്റെ വിത്തുകളാണ്, അതൊക്കെ മുളപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു സൈഡിലായിട്ട് ഞാനിപ്പോൾ പച്ചമുളകിൻ്റെ തയ്യ് ചിരട്ടയിൽ മുളപ്പിച്ചതിന് ശേഷം നമ്മൾ താഴെ നട്ടിട്ടുണ്ട്. കുറച്ച് കോവക്ക നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കോവക്ക ഉള്ളിയൊക്കെ വഴറ്റി അതിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ മുരിങ്ങയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തേങ്ങ അരക്കുന്നതിലേക്ക് നല്ല ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അരക്കുന്നത്. ഇതുപോലെ നന്നായി മിക്സാക്കി ലീഫ് വാടിയതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നന്നായി മിക്സായി. ഇനി നമുക്ക് കടുക് ഒന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് മീൻ കിട്ടിയത് ചെറിയ മത്തി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ അരച്ചതും ഉലുവ, വലിയ ജീരകം, കുരുമുളക് പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് ഒരല്പം ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ മീനായതുകൊണ്ട് ഓരോന്നിട്ട് പൊരിക്കൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെക്കുകയാണ് ഞാൻ ചെയ്യുക. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു രീതിയിൽ അത് വെന്ത് റെഡി ആയിട്ടുണ്ടാവും. നേരത്തെ തന്നെ ഇന്ന് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. വെക്കേഷൻ ഈ ഒരു 10 ദിവസത്തിൽ ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ചെറുതായിട്ടുള്ള എല്ലാ ട്രിപ്പും നമ്മൾ പോയി കണ്ടു. ഇനി എവിടെ പോകും എന്നുള്ള ചോദ്യത്തിന് അവസാനം പാലക്കാട് കൊല്ലങ്കോട് ദേശമാണ് തിരഞ്ഞെടുത്തത്. യാത്ര എവിടെ പോവുകയാണെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും തീർത്ത് വീട് ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം എനിക്ക് യാത്ര പോകാൻ. ഉച്ചയിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. രാത്രി പാലക്കാട് തങ്ങിയിട്ട് രാവിലെ അവിടുന്ന് നമുക്ക് കൊല്ലങ്കോട് പോവാമോ എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. പോകുന്തോറും വഴി നല്ല ഭംഗിയായിരുന്നു. ഓരോ സ്ഥലവും കടന്നു പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കൊല്ലങ്കോടാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. കൊല്ലങ്കോടിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അത്രയും മനോഹരമായൊരു ഗ്രാമം എന്നൊക്കെ പറയാം. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കൊല്ലങ്കോട്. അങ്ങനെ നമ്മൾ പാലക്കാട് സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ ഉണ്ട് കേട്ടോ പിന്നത്തെ യാത്ര തുടരുന്നത്. ഇങ്ങനെ സൂര്യപ്രകാശമൊക്കെ ഉദിച്ച് വരുന്നുള്ളൂ. നമ്മളിങ്ങനെ ഇതുപോലെ നല്ല രണ്ട് ഭാഗത്തും മരങ്ങൾ തിങ്ങി വളർന്ന പ്രദേശത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്.
കൊല്ലങ്കോട് എത്താനായപ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷന് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ ആ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ട്രെയിനൊന്നും കണ്ടില്ല, എന്നാലും ആ ഒരു സ്ഥലം അവർ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അവിടെ കണ്ടത് നല്ല കായ്ച്ച് നിൽക്കുന്ന മുന്തിരിത്തോട്ടം കണ്ടു. അപ്പോൾ ആ ഒരു മുന്തിരിത്തോട്ടം അവിടെ ആളുകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ കയറി. ശരിക്കും മുന്തിരിത്തോട്ടം നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടപ്പോൾ. പച്ച കൊലകളായിട്ട് മുന്തിരി ഇങ്ങനെ പഴുക്കാത്തതുമുണ്ട്, ഒരു ഭാഗത്ത് നല്ലോണം പഴുത്ത് കറുത്ത മുന്തിരിയുണ്ട്, പിന്നെ ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന മുന്തിരിയുണ്ട്. എപ്പോഴും യാത്ര പോകണമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, മുന്തിരിത്തോട്ടം കാണുമോ? എനിക്ക് മുന്തിരിത്തോട്ടം കാണുന്നതൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ കൊതി നമ്മളത് തീർന്നു ഇവിടുന്ന്. അത്രയും ഭംഗിയുണ്ടായിരുന്നു മുന്തിരിയുടെ കൊലകൾ. കുറച്ച് പഴുത്തതൊക്കെ നമ്മൾക്ക് പൊട്ടിക്കാനുള്ള അനുവാദം തന്ന് അങ്ങനെ നമ്മൾ അതൊക്കെ പൊട്ടിച്ച് കഴുകി കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടു. നല്ല ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡിൽ. അവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്നത് ദിലീപിൻ്റെ പടമൊക്കെ ഷൂട്ട് ചെയ്തൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗമുണ്ട്, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിനി നീങ്ങുന്നത്. അവിടെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. ഈ പോകുന്ന ഭാഗത്തൊക്കെ നല്ല രസമായിരുന്നു. വയലുകളിങ്ങനെ നിറഞ്ഞിങ്ങനെ പച്ച കളറായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇതുപോലെ ഇങ്ങനെ കുട്ടികളൊക്കെ നടക്കാൻ തുടങ്ങി. സെയിനൊക്കെ ശരിക്കും റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ ഭയങ്കര രസം, ഓടി നടക്കുകയായിരുന്നു. ഇപ്പോൾ ട്രെയിന് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരവാരങ്ങളോട് കൂടി തന്നെ നമ്മൾ കാത്തിരുന്ന ആള് അതേ വഴിയേ കടന്നുപോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളും ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലങ്കോടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിപ്പോയി. സ്വർണ്ണ കതിരുകൾ ഏന്തി നിൽക്കുന്ന നെൽവയലുകൾ, അങ്ങനെ പറയാട്ടോ, അത്രയും ഭംഗിയായിരുന്നു. സെയിന് ആ ഒരു വരമ്പത്തിലൂടെയൊക്കെ ഓടിക്കളിക്കുകയാണ്. എനിക്കൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് ഇതുപോലെ വയലിലൂടെ ഓടി നടക്കാനും അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വന്നു കേട്ടോ ശരിക്ക്. പിന്നെ നമ്മൾ ഉച്ച സമയമായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി മന്തിയായിരുന്നു. അപ്പോൾ ആ ഒരു മന്തിയൊക്കെ സൂപ്പറായിരുന്നു ഫുഡ് കേട്ടോ. ചിക്കൻ പെരിപെരിയും മന്തിയുമായിരുന്നു. അതിലേക്ക് സാലഡും മയണൈസും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആവുക. യാത്ര പോയി കഴിഞ്ഞാൽ മക്കൾക്ക് ആകെയുള്ളത് നല്ല അടിപൊളി ഫുഡ് കഴിക്കണം എന്നുള്ളൊരു കാര്യമാണ്. യാത്ര എൻജോയ് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഈ ഒരു 2 കാര്യം മാത്രമാണ് അവർക്ക് മെയിനായിട്ട്. ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ഓണപ്പൂക്കളം കാണാനിടയായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ കൊല്ലങ്കോടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആട്ടിൻകൂട്ടങ്ങളൊക്കെ ആയിട്ട് 2 ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ വഴിയൊക്കെ ചോദിച്ചറിഞ്ഞു. ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. ശരിക്കും നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാലക്കാട് കൊല്ലങ്കോട്. നമ്മുടെ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഒരുപാട് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. നമ്മൾ ശരിക്കും ഒരു ദിവസം ഫുള്ളായിട്ടും ഇവിടെ എൻജോയ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പാലക്കാട് താമസിച്ച് രാവിലെ കൊല്ലങ്കോട് എത്തുന്ന രീതിയിൽ വേണം യാത്ര പോകാൻ. അങ്ങനെ നല്ല സൗന്ദര്യമുള്ള ഈ ഗ്രാമം വിട്ട് ഞങ്ങൾ തിരിച്ച് പോരാൻ ഒരുങ്ങുകയാണ് കേട്ടോ. നല്ല പാലക്കാടൻ കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.